ഡിസംബറിലെ കുളിർക്കോരുന്ന ആ രാത്രി അവരുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ചു. അവരുടെ പഠനം തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങി. അനിശ്ചിതത്വം അവരെ വേട്ടയാടി. എന്തായിരുന്നു അന്ന് നടന്നത്? എടാ സന്തോഷം, ഈ കൊച്ചു നീ എന്താ എഴുതുന്നത്? ഞാൻ എന്തായാലും പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ നമ്മൾ സഹിച്ചു കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത്. എത്ര നാളായി നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് ചുമ്മാ റാഗിങ് ആണെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും രാത്രി വിളിച്ചുകൊണ്ട് പോകുന്നു, സ്ട്രിക്റ്റ് ചെയ്യുന്നു. ദിവസം എത്ര? ഇതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുത്തിട്ടാ. ഞാൻ എന്തായാലും പരാതി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ ശരിയാ. നമ്മൾ എത്ര കാലം വിചാരിച്ചിട്ടൊക്കെ സഹിക്കണേ? ഏതായാലും നമ്മുടെ സീനിയേഴ്സല്ലേ ഇത്? സീനിയേഴ്സ് ആയിക്കോട്ടെ, എന്ത് എത്ര കാലം വിചാരിച്ചിട്ടൊക്കെ സഹിക്കണേ? ഒരു അന്തിമം വേണ്ട. നീ കേസ് കൊടുത്തോളാം, നിന്റെ കൂടെ ഞാനുണ്ടാ. എന്റെ കൂടെ ആരുണ്ടെങ്കിലും ഞാൻ എന്തായാലും കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇവന്മാരെ ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഒരു മാസത്തെ കാര്യങ്ങളുള്ളൂ സന്തോഷം. ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡിസംബർ ആയില്ലേ? എത്ര നാളെ ഇവന്മാര് പൈസ വാങ്ങിച്ചോണ്ട് പോകുന്നു, ക്ലാസ്സിൽ പോകുമ്പോൾ ഉപദ്രവിക്കുന്നു, വീട്ടിൽ വിളിച്ചോണ്ട് പോകുന്നു. ഇതൊന്നും നമ്മൾ സംബന്ധിച്ച് നമ്മുടെ പേരൻസ് നമ്മളെ ഇവിടെ പഠിപ്പിക്കാനാണ് വിട്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും പരാതി കൊടുക്കുന്നു. എന്റെ കൂടെ നിൽക്കാൻ ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കൂടെ നിന്നാൽ മതി. ഞാനുണ്ടോ? നീ കൊടുറാ, ഞാനുണ്ട്. നമുക്ക് നിൽക്കാം. ആരടാ? Fresh out the house, got the beat. As I ride up and down Martin Luther King Drive, standing tall, looking down. Boy snitching all day, I look around on the floor.